ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. തിരക്കായിരുന്നു. വീടൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരാഴ്ചയായിട്ടൊക്കെ അതിൻ്റെ തിരക്കാണ്. ഒരാഴ്ച എന്ന് പറയാൻ പറ്റൂല, 2-3 ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ പിന്നാലെ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പാർട്ടായിട്ടാണ് സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുവിധമൊക്കെ സെറ്റായി. കഴിഞ്ഞ വീക്ക് പകുതിയായപ്പോൾ തന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ സെറ്റായി. നമ്മളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. പിന്നെ ആ വീട് നമ്മൾ കീ കൊടുത്തിട്ടില്ല ചേട്ടനെ. കുറച്ച് സാധനങ്ങളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇന്ന് വേണം പോയിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് കീ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡാൻസിൻ്റെ ഓരോ കാര്യങ്ങൾ മേടിക്കാൻ പോകലായി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി തിരിച്ചാൽ പിന്നെ ആ സമയം അവിടെ ഫുൾ അങ്ങ് പോവും. പിന്നെ ആ ദിവസമേ കഴിയും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഫുൾ തിരക്ക് ഡാൻസിൻ്റെയാണ്. വീടൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ ഇന്ന് നമ്മൾ ആ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. ക്ലീൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ കിടക്കുന്നുണ്ട്. അതൊന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഞാൻ 10 മണിക്ക് ഡാൻസിന് പോവുകയാണ്. ഇനി 1 മണിക്കേ വരുള്ളൂ. 1 മണി എന്ന് പറഞ്ഞാൽ 2 മണിയൊക്കെ ആവും. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അടുത്ത ഞായറാഴ്ചയാണ് പരിപാടി. കൊല്ലൂർ മൂകാംബികയിലാണ് പരിപാടി. അപ്പോൾ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് പോവും. അപ്പോൾ ഇപ്പം ഇനി ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് പൂജ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസം നമുക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി വെറും 4 ദിവസമുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവരും കുറച്ചധികം നേരം നിൽക്കാൻ പറഞ്ഞ്. അല്ലെങ്കിലും ഞാനൊരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 6 മണിക്ക് അവിടെ എത്തി. പിന്നെ ഇവിടെ എത്തണത് 9:30-ക്കാണ്. പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ വീട്ടിലേക്കുള്ള അഡ്രസ്സിലാണ് എത്തിയേക്കണത്. പിന്നെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറേ നേരം. അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ ഒന്നും കഴിപ്പിക്കാണ്ട് വിടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ടൈം പോവും. ഞാൻ മര്യാദക്ക് ദിയാനെ പോലും കാണാൻ പോയിട്ടില്ല. ഇന്നലെ ഒന്ന് ജസ്റ്റ് കണ്ട്. ആർക്കും ഇപ്പോൾ ഒന്നിനും സമയമില്ല. അവരും കുറച്ച് വർക്കൊക്കെ ആയിട്ട് തിരക്കാന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടും ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ അടുത്തുള്ളവർ വന്നു, അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കും ഷാമിനും വയ്യാണ്ടായി. ലൂസ് മോഷനും ഛർദിലൊക്കെ ആയിരുന്നു. എനിക്ക് ഫുഡിൻ്റെ അല്ലായിരുന്നു, ഷാമിനും ഫുഡിൻ്റെ അല്ല എന്നാണ് അന്ന് 2 ദിവസം മുന്നേ വരെ ഫുഡ് കഴിച്ചില്ല പുറത്തുനിന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങോട്ട് പോയി. അങ്ങനെ കുറേ തിരക്കുകളായിട്ടൊക്കെ പോയി. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചു തരാം. ഞാൻ പോവുകയാണ് ഡാൻസ് ക്ലാസ്സിൽ. ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടില്ല, ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. ഷാമു മാഗി കഴിച്ചോളാന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി രാവിലെ നേരത്തെ പോകുന്നു. അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ മാഗി ഉണ്ടല്ലോ, ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോവാൻ. പോണ വഴി ഒരു അടുത്ത് തന്നെ അമ്പലമുണ്ട്. അപ്പം അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ തലയൊക്കെ നനച്ചു. ഇവിടെയാണെങ്കിൽ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീടൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹോള്. ഇവിടെ ഒരു സെറ്റി ഉണ്ട്, ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത് എൻട്രി ഇട്ടോ ഇവിടെ നിന്ന്. ഇനി അപ്പുറത്തൊരു റൂമുണ്ട്. ഇവിടെ ഷാമു ഉറങ്ങുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട്. നല്ല ഉറക്കത്തിലാണ്. ഞാൻ പോയി എഴുന്നേൽപ്പിക്കട്ടെ, എന്നിട്ട് എന്നെ കൊണ്ടാക്കാൻ പറയണം. പിന്നെ ഇന്ന് ഞാൻ വീട്ടിലേക്കാണ് പോവുക. നാളെ ഞങ്ങൾക്കൊരു റീൽസ് ഷൂട്ടിംഗ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിൻ്റെ. അവിടെ എല്ലാവരും ഞങ്ങൾ കളിക്കണ എല്ലാവരുമായിട്ട്. അപ്പോൾ രാവിലെ ആണ് ഷൂട്ട് പറഞ്ഞത്. അപ്പോൾ 6 മണിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. 7 മണിക്കാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച്, എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ഒരുങ്ങാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെല്ലണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ഷാമിനെ ബുദ്ധിമുട്ടിക്കണത് ശരിയല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയി നാളെ അവിടെ നിന്ന് എനിക്ക് സൈക്കിൾ എടുത്തിട്ടായാലും പോകാമല്ലോ, അല്ലെങ്കിൽ നടന്നായാലും പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് ഡാൻസ് കഴിഞ്ഞാൽ വീട്ടിൽ പോവും. ഒരു വീട് ക്ലീൻ ചെയ്യണ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് വലിയച്ഛൻ്റെ അടുത്തും വല്യമ്മയുടെ അടുത്തും പോയിട്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു തിരക്ക് ദിവസമാണ്. നാളെ ഒരു രാവിലെ ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഇങ്ങോട്ട് വരലുണ്ടാവില്ല, വീട്ടിൽ തന്നെയാവും. പിന്നെ നാളെ ഡാൻസ് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ഇനി ഇങ്ങോട്ട് വരിക, അറിയില്ല, പ്ലാൻ നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഓട്സ് കഴിക്കട്ടെ, ഉണ്ടാക്കി ഓട്സ് കഴിക്കട്ടെ. ഓട്സ് കഴിക്കട്ടെ കേട്ടോ. ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓടിച്ചിട്ട് കാണിച്ചു തന്നത്.
ഒരു ഹോം ടൂർ പോലെ നമുക്ക് വേറൊരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ല. അപ്പം ഞാൻ പോട്ടെ. എൻ്റെ ചേച്ചിമാർ എന്ന് പറയാം, ചേച്ചിമാരൊക്കെ 9:30 എത്തും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കറക്റ്റ് ടൈമിന് എത്തണം. നമ്മൾ എല്ലാ ദിവസവും ഓരോരുത്തർ വൈകി വരുന്നതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിന് എത്താറുണ്ട് കേട്ടോ. ഓരോരുത്തർ വൈകി വരുന്നത് കൊണ്ട് നമ്മളിന്ന് കറക്റ്റ് റൂൾ വെച്ച് കറക്റ്റ് ടൈമിന് എത്തണം. ഞാനാണ് കുറച്ച് ദൂരത്തുനിന്ന് പോണത് ഇവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളൊക്കെ ഇവിടെ എത്തിക്കാല ഞാൻ വരുള്ളൂ, എന്നെ ഫോൺ വിളിച്ചാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എല്ലാവരും കറക്റ്റ് ടൈമാണ് പറഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ ലേറ്റായ മോശമാവില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ. നിങ്ങൾ ഷാമിനെ കണ്ടില്ലല്ലോ. ഷാമേ ഹായ് പറയൂ. ഷാമേ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ കേട്ടോ, ക്യാമറ ഓൺ ആക്കിയാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ ലേഡീസ് ഹോസ്റ്റലാട്ടോ. ഇത് ഈ വഴിയിൽ ഞങ്ങൾക്ക് ഒരാൾക്കേ കോട്ടുള്ളൂ, ഒരാൾക്ക് കോട്ടില്ല. ഞാൻ പെട്ടു. മഴയത്ത് കയറി നിന്നവാട്ടോ. ഷാമേ അങ്ങനെ ദേ അമ്പലത്തിലൊക്കെ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. അങ്ങനെ ദേ അമ്പലത്തിലൊക്കെ തൊഴുത് ദേ നേരെ ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ടാ. ഇല്ല ക്ഷീണിച്ചോ? ഇതേ ഞാൻ ഡാൻസൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. ഞാൻ വന്നപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ടോട്ടോ വന്നത്. അപ്പോൾ ഡ്രസ്സ് മാറി ഫുഡ് കഴിച്ചു. ശ്യാമ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ ഞെട്ടൂർ പോകാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ കുറച്ച് പെൻഡിങ് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഞെട്ടൂർ പോകണം. രഞ്ജു അനീതിക്ക് ഫോൺ നോക്കാൻ പോയേക്കാണ്. അപ്പോൾ ഫോൺ നോക്കി വന്നിട്ടാ ഞങ്ങൾ പോവുള്ളൂ. രണ്ടുപേരും കൂടെ ദിയയുടെ വീട്ടിൽ പോവാണ്. നമ്മൾ ദിയയുടെ അടുത്ത് എത്തി. കോഴിത്തീട്ടൊക്കെ മൂത്ത് വെച്ചിരിക്കുകയാണ്. എവിടെ ഇങ്ങോട്ട് വാ. ഉണ്ടായതാ നോക്ക്. പക്ഷെ ഇത് പറിക്കണ വേണമായിരുന്നു. ഞെട്ടൂര് പോവാണ്. ഞാനും രഞ്ജും ശ്യാമും കൂടെയാണ് പോണത്. രഞ്ജു വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ കാറിന് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ പോവാണ്. ഇപ്പോൾ വെയിൽ വന്നു, മഴയൊക്കെ മാറി. ഞാൻ ഇവിടെ വന്നു, ഡ്രസ്സ് മാറി, വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടു, പിന്നെ അടുത്ത ഡ്രസ്സ് ഇട്ടു. മൈജിയിൽ വന്നതാട്ടോ, വടക്കേക്കോട്ട. ഒരു ഫോണിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. പുതിയ ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ശ്യാമേ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എല്ലാവരോടും ഒരു ഹായ് പറയൂ. ഹായ് പറയുവാ കൊണ്ട്. നമ്മളിനി ഞെട്ടൂർ ഒന്ന് ക്ലീനാക്കി. നമ്മൾക്ക് ഇത്ര സാധനങ്ങളും കൂടെ എടുക്കാനുള്ളൂ, ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ക്ലീനാക്കി നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അത് വലിയ വീടായിരുന്നു. അടുക്കള, റൂം ക്ലീനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമ്മളിപ്പോൾ വൈറ്റിലയിലെത്തി. ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്കല്ല, നമ്മുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ശ്യാമേ ഇവിടെ വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഫോൺ പണിയിലാണ്. ഗൈസ്, നല്ല മഴ. കപ്പയും കട്ടൻ ചായയും കഴിച്ചാലോ? കപ്പയും കട്ടൻ ചായ. ഫോണിന്റെ സ്റ്റോക്ക് ഇവിടെ ഇല്ല, എടപ്പള്ളിയിൽ നിന്ന് വരണം. അതുവരെ നമ്മൾ അവിടെ പോസ്റ്റാണ്. അപ്പൊ ചായ കുടിക്കാൻ കയറിയതാണ്. കപ്പ കപ്പ പൊട്ടിച്ചോ. അങ്ങനെ നമ്മള് ഫോണൊക്കെ മേടിച്ചിറങ്ങി. നേരെ അമ്മേനെയും കൂട്ടി ചിറ്റയുടെ വീട്ടിലേക്ക്. ഇത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് കേട്ടോ പോണത്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഫോൺ മേടിച്ചത്.
രേഷ്മക്ക് അൺബോക്സിംഗ് ഫോണ്. ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ, അത് അവള് തന്നെ മേടിച്ച ഫോണാ. കൊടുക്ക്, ഫോൺ കൊടുക്ക്. പൊളിക്ക് പൊളിക്ക്. അത് അവള് തന്നെ മേടിച്ച ഫോണാണ്. നിക്ക്, രേഷ്മയുടെ പഴയ ഫോണ് രാഹുലിന് കിട്ടിയത് എന്റെ സന്തോഷമാണ് അവിടെ. അതെന്താടാ പൊളിക്കങ്ങോട്ട്. പിന്നെ അവളുടെ പുതിയ ഫോണാണ്, അവൾക്ക് നിധി തന്നെയാ. തിരിച്ചേ വിവോ V60. ഇതെന്താ ചപ്പാത്തിയോ? വീഡിയോന്റെ എന്റെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ടും കഴിഞ്ഞ ഞായറാഴ്ച എടുത്തതാണ്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയായി. ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്യാനിരുന്നത്. രാവിലെ ഇരുന്നു. എന്ന് വെച്ചാൽ ഇനി നാളെ തൊട്ട് പിന്നെയും തിരക്കാവുമല്ലോ വിചാരിച്ചിട്ട് ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇരുന്നതായിരുന്നു. തിരക്കായിരുന്നു. പൂജ ഹോളിഡേയ്സ് ഉണ്ടായി, അതിൻ്റെ ഇടയിലും പ്രാക്ടീസ് ഉണ്ടായി. ആകെ 1-ാം തീയതി തലേന്ന് വെച്ച് 2-ാം തീയതി രാവിലെ എടുത്തു. അപ്പം ഇന്നലെ അവിടെയായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ ഓർണമെന്റ്സിൻ്റെ അതിൻ്റെ ഒക്കെ പിന്നാലെ പോവാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തു വരുമ്പോഴാണ് അടുത്ത കാര്യം ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കണേ. അങ്ങനെ ഓരോ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ എന്തായാലും എൻഡ് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.